നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ബംഗ്ലാദേശിൽ ഷെയ്ഖ് ഹസീന സർക്കാരിനെ പുറത്താക്കി നോബൽ സമ്മാന ജേതാവ് മുഹമ്മദ് യൂനുസിന്റെ നേതൃത്വത്തിൽ പുതിയ സർക്കാർ അധികാരത്തിൽ വന്നത് ദിവസങ്ങൾക്ക് മുൻപാണ്. ബംഗ്ലാദേശിലെ ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് നേരെ കടുത്ത ആക്രമണമാണ് ദിവസങ്ങളായി ഉണ്ടാകുന്നത്. ഇക്കാര്യത്തിൽ ഇന്ത്യ അടക്കം ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തിയിരുന്നു. ഇതിനിടെ ഇന്ത്യക്ക് മുന്നറിയിപ്പുമായി എത്തിയിരിക്കുകയാണ് രാജ്യത്തിന്റെ മുഖ്യ ഉപദേശകരായ മുഹമ്മദ് യൂനുസ്. ബംഗ്ലാദേശിലെ ഹിന്ദുക്കൾക്കെതിരായ ആക്രമണം വർഗീയതയേക്കാൾ രാഷ്ട്രീയ കാരണത്താലാണ് എന്ന് യൂനുസ് അഭിപ്രായപ്പെട്ടു. ബംഗ്ലാദേശ് മറ്റൊരു അഫ്ഗാനായി മാറുമെന്ന വാദം യൂനുസ് തള്ളിക്കളഞ്ഞു. ഇത്തരം വാദം ഉപേക്ഷിച്ച് ഇന്ത്യ ബംഗ്ലാദേശുമായുള്ള ബന്ധം മെച്ചപ്പെടുത്തുന്നതിന് ശ്രമിക്കണമെന്നും മുഹമ്മദ് യൂനുസ് ആവശ്യപ്പെട്ടു. ഹിന്ദുക്കൾക്കെതിരായ ഈ ആക്രമണങ്ങളെല്ലാം രാഷ്ട്രീയ സ്വഭാവമുള്ളതാണ്, വർഗീയമല്ല. ഇന്ത്യ ഈ സംഭവങ്ങൾ വലിയ രീതിയിൽ പ്രചരിപ്പിക്കുകയാണ്. ഞങ്ങൾക്കൊന്നും ചെയ്യാനാകില്ലെന്ന് പറഞ്ഞിട്ടില്ല, ഞങ്ങളെല്ലാം ചെയ്യുന്നു എന്നാണ് പറഞ്ഞത്, അദ്ദേഹം അവകാശപ്പെട്ടു. ഓഗസ്റ്റ് 5-ന് ഷെയ്ഖ് ഹസീന രാജിവിട്ടതോടെയാണ് രാജ്യത്ത് ഹിന്ദുക്കളടക്കം ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് നേരെ ആക്രമണം കടുത്തത്. വിദ്യാർത്ഥി പ്രക്ഷോഭത്തിന് പിന്നാലെ ഹിന്ദു ക്ഷേത്രങ്ങൾ തകർക്കുകയും ഹിന്ദുക്കളുടെ വീടുകളും ബിസിനസ്സും അടക്കം തകർക്കുകയും ചെയ്തു. ഈ സംഭവങ്ങളെല്ലാം രാഷ്ട്രീയ കാരണങ്ങളാലാണ്, മതപരമായ കാരണങ്ങളാലല്ല എന്നാണ് അന്നു മുതൽ മുഹമ്മദ് യൂനുസ് വാദിക്കുന്നത്. ഷെയ്ഖ് ഹസീനയുടെ ഭരണത്തിൽ മാത്രമേ ബംഗ്ലാദേശിന് സുരക്ഷിതത്വമുള്ളൂ എന്ന വാദം ഇന്ത്യ ഉപേക്ഷിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. ബംഗ്ലാദേശിൽ എല്ലാം ഇസ്ലാമിസ്റ്റുകളാണ്, BNP ഇസ്ലാമിസ്റ്റാണ്, മറ്റെല്ലാം ഇസ്ലാമിസ്റ്റാണ്. ഈ രാജ്യത്തെ അഫ്ഗാനിസ്ഥാൻ ആക്കുമെന്നാണ് വ്യാഖ്യാനം. ഈ വാദത്തിൽ നിന്ന് ഇന്ത്യ പുറത്തു വരണം. ബംഗ്ലാദേശ് സുരക്ഷിത കരങ്ങളിലാണ്. മറ്റേതൊരു രാജ്യവും പോലെ ബംഗ്ലാദേശും അയൽ രാജ്യമാണെന്ന് മുഹമ്മദ് യൂനുസ് വാദിച്ചു. പരസ്പര ബന്ധം മെച്ചപ്പെടുത്താൻ ശക്തമായ സഹകരണവും ഇരു രാജ്യങ്ങളും തമ്മിൽ വേണമെന്നും അദ്ദേഹം പറഞ്ഞു. ബംഗ്ലാദേശ് സർക്കാർ ആഗ്രഹിക്കുന്നതുവരെ ഇന്ത്യ ഷെയ്ഖ് ഹസീന രാജ്യത്ത് തുടരാൻ അനുവദിക്കുകയാണെങ്കിൽ അവരോട് നിശബ്ദരായിരിക്കാൻ പറയണമെന്ന് യൂനുസ് ആവശ്യപ്പെട്ടു. ഇന്ത്യയിലെ 140 കോടി ജനങ്ങളും ബംഗ്ലാദേശിലെ ഹിന്ദുക്കളടക്കം ന്യൂനപക്ഷങ്ങളുടെ സുരക്ഷയിൽ ആശങ്കാകുലരാണെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി സ്വാതന്ത്ര്യദിന പ്രസംഗത്തിൽ സൂചിപ്പിച്ചിരുന്നു. ഇതിന് മറുപടിയായാണ് യൂനുസിന്റെ പ്രസംഗം. നിലവിൽ രാഷ്ട്രീയ പ്രതിസന്ധി ബംഗ്ലാദേശിലേക്ക് ഡീസൽ കൊണ്ടുപോകുന്ന ഇന്ത്യ ബംഗ്ലാദേശ് ഫ്രണ്ട്ഷിപ്പ് പൈപ്പ് ലൈൻ പദ്ധതിയും പ്രതികൂലമായി ബാധിച്ചിട്ടുണ്ട്. 131 കിലോമീറ്റർ പൈപ്പ് ലൈൻ നിലവിൽ പുരിനപ്പൂരിൽ നിർത്തിവച്ചിരിക്കുകയാണ്. വലിയ രീതിയിൽ വിജയം കണ്ട പദ്ധതി ബംഗ്ലാദേശിലെ കൂടുതൽ പ്രദേശങ്ങളിലേക്ക് വ്യാപിപ്പിക്കാൻ ആലോചനയുണ്ട്. പക്ഷേ നിലവിലെ രാഷ്ട്രീയ സാഹചര്യം കണക്കിലെടുത്ത് കൂടുതൽ ചർച്ചകൾക്കും കൂടിയാലോചനകൾക്കും ശേഷമേ പദ്ധതിയിൽ നടപടി ഉണ്ടാവുകയുള്ളൂവെന്നും ബന്ധപ്പെട്ട വൃത്തങ്ങൾ അറിയിച്ചു. അതേസമയം ബംഗ്ലാദേശിലെ രാഷ്ട്രീയ സാഹചര്യം മുൻ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയ്ക്ക് കൂടുതൽ സങ്കീർണമാവുകയാണ്. ബംഗ്ലാദേശിൽ ഹസീനയ്ക്കെതിരെയുള്ള കേസുകളിൽ വർധനവുണ്ടായ സാഹചര്യത്തിൽ അവരെ കൈമാറാൻ ഇന്ത്യയോട് ആവശ്യപ്പെടുമെന്നും ഇടക്കാല ഗവൺമെന്റിന്റെ വിദേശകാര്യ ഉപദേഷ്ടാവ് മുഹമ്മദ് തൗഹീദ് ഹുസൈൻ റോയിട്ടേഴ്സ് ടിവിക്ക് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞു. ഷെയ്ഖ് ഹസീന വിഷയത്തിൽ ഇന്ത്യൻ സർക്കാർ സംയോജിത ഇടപെടൽ നടത്തുമെന്ന് പ്രതീക്ഷിക്കുന്നതായും അദ്ദേഹം പറഞ്ഞു.